ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലിക്സ് മേക്യൂൻ. അപ്പോൾ ഞാൻ അച്ഛന് ഒരു സർപ്രൈസ് ആയിട്ട് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണാണ് കേസ്. എന്താ വെച്ചാൽ അച്ഛന് ഇത് അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഈ സംഭവം മേടിക്കുന്നത്. അപ്പം അച്ഛന് ഫോണ് ഉണ്ട്, അത് 7 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അത്ര വിലയുള്ളതൊന്നല്ല, റെഡ്മി 12 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൈജിയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ മൈജിയുടെ കവർ കൂടിയുണ്ട്. അപ്പോൾ നമ്മളിത് അച്ഛന് സർപ്രൈസ് ആയി കൊടുക്കാൻ പോകണം കേട്ടോ. അച്ഛനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങളത് മേടിക്കുന്നതും പറഞ്ഞിട്ടില്ല, ഇതിനും കാശിനൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഞങ്ങൾ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ ഒന്ന് കാണിച്ചു തരാം. ചാർജറും അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് കവറൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് ഫോണ്. അപ്പം അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്ത് പറയണം, അച്ഛൻ്റെ അടുത്ത് ഫോൺ മേടിക്കുക പറഞ്ഞാൽ അച്ഛൻ മേടിക്കില്ല, എന്തായാലും മേടിക്കില്ല. കാരണം നമ്മളിപ്പം അച്ഛൻ ഞങ്ങൾക്കൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. അമ്മൻ്റെ കയ്യിലൊക്കെ ഫോണുണ്ട്. അപ്പോൾ അമ്മൻ്റെ കയ്യിൽ ഫുള്ളാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചാർജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ ഞങ്ങൾ സർപ്രൈസ് ആയി മേടിച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല അച്ഛൻ എന്താ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് ഒന്നും അറിയില്ല. അപ്പം ഞാൻ എൻ്റെ പൈസയ്ക്ക് എൻ്റെ ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മേടിച്ചാണ്. വലിയ ഫോണൊന്നും എന്തായാലും മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ ഫോൺ ഞാൻ മേടിച്ചിട്ടുണ്ട്. അയ്യോ ഇപ്പുറത്തേക്കല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി പൈസ നമുക്ക് കുറച്ചുകൂടി വലിയ ഫോൺ മേടിക്കുന്നതിന് എത്ര 11K എത്രയായി. അപ്പം കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടി പൈസ ഇട്ടിക്കാൻ നമുക്ക് ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഫോൺ മേടിക്കാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കൊടുക്കില്ല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അച്ഛൻ വരുമ്പോൾ തന്നെ, നാളെയാണ് അച്ഛൻ വരികയെങ്കിലും നമ്മൾ ഇപ്പം തന്നെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ കവറൊന്നും നമുക്കിന് ആവശ്യമില്ല. ഇതിനൊന്നല്ല നമ്മൾ കൊടുക്കുന്നത്. പേപ്പറൊക്കെ തന്നിട്ടുണ്ട് വെറുതെ ഒരു. എന്തായാലും എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഇങ്ങനത്തെ തന്നെ എടുത്തിട്ട് എവിടെയെങ്കിലും കളിക്കാൻ എടുക്കും. ഇതിൻ്റെ ബാക്കിൽ വരച്ച് കൂട്ടാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കുക ഗൈസ്, എൻ്റെ മൈലാഞ്ചി അമ്മ ഇട്ടാന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചെന്ന് ഇരിക്കും. ഇത് ഞാൻ ഇട്ടതിൽ അടിപൊളിയായിരിക്കും. ഇത് ഞാൻ ഇട്ടത് അമ്മ ഇട്ടാണ്, അല്ല രണ്ടും അമ്മ ഇട്ടാന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗിഫ്റ്റ് പേപ്പർ അവിടെയാണ് ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഗിഫ്റ്റ് പേപ്പർ. അപ്പം ഇതോടെ ഇരിക്കട്ടെ. ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്, അതുകൊണ്ടാണ് എടുത്തത്. കുഴപ്പമില്ല, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഈ ഫോൺ എന്തായാലും അച്ഛന് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അവകാശം എനിക്കുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കുമല്ലോ ഫോൺ. അപ്പം അമ്മ ഞങ്ങൾ ഇത്ര നേരം അലമാറി പൂട്ടി വെച്ചിരിക്കുന്നു. അമ്മ അപ്പോൾ ഞാൻ എങ്ങനെ എടുത്ത് കളിക്കുക പറഞ്ഞിട്ട് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഞാനിതാ ഒരു സെലോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്ര മതിയാവുന്നതാണ് തോന്നുന്നത്. എനിക്കെന്തായാലും ഗിഫ്റ്റ് പൊതിയാനൊന്നും അറിയത്തില്ല. അപ്പം അമ്മയാണ് പൊതിഞ്ഞത്. പൊതിഞ്ഞു ഫൈനൽ വർക്ക് ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ട്. വള്ളിയൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവസാനമായിട്ട് നമ്മൾ സാധനമൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പാക്ക് ചെയ്തതിൽ കുഴപ്പമില്ല, പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് അച്ഛന് ഗിഫ്റ്റായിട്ട് ഇന്ന് കൊടുക്കണം. അപ്പം നമ്മളുടെ ഇത് നേരെ ഗിഫ്റ്റായി കൊടുക്കുകയല്ല, നമുക്ക് എന്തായാലും അച്ഛൻ വരുമ്പോൾ ഈ കാര്യമൊന്നും നമ്മൾ പറയില്ല, നേരെ സർപ്രൈസായി കൊണ്ട് കൊടുക്കുക. അത് വരുമ്പോൾ തന്നെ കൊടുക്കണം. ഇല്ലേ ഒന്നുകൂടെ എന്തായാലും അച്ഛൻ വന്നിട്ട് ചിലപ്പോൾ ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും നല്ല ഡ്രസ്സ് ഇട്ട് പറഞ്ഞ അച്ഛൻ ചോദിക്കില്ല.
അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അച്ഛന് ഇത് ആദ്യം നോക്കണ്ടായിരുന്നു റിയലൊക്കെ ആണോ, പിന്നെ റിയലാണെന്ന് മനസ്സിലായപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാ ഇത് മേടിച്ച് ഇത്രയൊക്കെ പൈസ ചിലവാക്കിയിട്ട്, അതൊക്കെ അവിടെ ഇരുന്നുകൂടെ, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെയായിരുന്നു അച്ഛൻ പറയേണ്ടിയിരുന്നത്. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി, അതുപോലെ തന്നെ അച്ഛന് നല്ലോണം സന്തോഷമായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം ഈയൊരു എൻ്റെ പൈസയ്ക്ക് ആകെ ഇത് മാത്രം മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം കുറച്ചുകൂടി പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ലത് മേടിക്കാം. അപ്പോൾ അതിനുള്ളിൽ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ചാർജറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.